മലയാളത്തിൻ്റെ മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ മലൈക്കോട്ടെ വാലിബൻ്റെ ടാഗ് ലൈനുകളിൽ ഒന്നായിരുന്നു ഇത്. ഇതിലും മികച്ച രീതിയിൽ മോഹൻലാലിനെ വിശേഷിപ്പിക്കാനില്ല. മലയാളികളോട് ഇത്രത്തോളം ചേർന്ന് നിൽക്കുന്ന മറ്റൊരു നടനുണ്ടാകില്ല. മലയാളി ജീവിതത്തിൻ്റെ ഭാഗമായി എന്നോ മാറിയ താരം. ഇന്നും മോഹൻലാലിനോടുള്ള മലയാളികളുടെ ആവേശത്തിന് യാതൊരു കുറവുമില്ല. ഇപ്പോഴിതാ മോഹൻലാലിൻ്റെ പാതയിലൂടെ മകൻ പ്രണവ് മോഹൻലാലും അഭിനയത്തിൽ സജീവമായി മാറിയിരിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സ്വന്തമായൊരിടവും പ്രണവ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം മകൾ വിസ്മയ എഴുത്തിലും ചിത്രരചനയിലുമൊക്കെയാണ് താല്പര്യം കാണിക്കുന്നത്. ഇപ്പോഴിതാ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രണവിൻ്റെ യാത്രയെക്കുറിച്ചും മകളുടെ എഴുത്തിനെക്കുറിച്ചുമൊക്കെ മോഹൻലാൽ സംസാരിക്കുകയാണ്. ഒരു കാലത്ത് ഞാനും ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട്. എവിടെ പോയാലും അപ്പുമായും മായയുമായും എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. കുട്ടികൾ സുജിയെ എപ്പോഴും വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയും. ജീവിതത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്താൻ രണ്ടു പേർക്കും അറിയാം. അതല്ലേ വേണ്ടത്. അപ്പു ഇടയ്ക്കിടയ്ക്ക് ഹംപിയിൽ പോകും. അവിടെ കാഴ്ചകൾ കണ്ട് റോക്ക് ക്ലൈംബിങ്ങും ഒക്കെ നടത്തി കുറേ ദിവസം കൂടുമെന്നാണ് മോഹൻലാൽ പറയുന്നത്. ഒരിക്കൽ ഞാൻ അവിടെ ഷൂട്ടിനെത്തിയപ്പോൾ അപ്പു അവിടെയുണ്ട്. അച്ഛ രാവിലെ വന്ന് കാണാം എന്നവർ പറഞ്ഞത് കേട്ട് കുറേ കാത്തിരുന്നു. മടങ്ങാൻ ഒരുങ്ങുമ്പോൾ നനഞ്ഞു കുതിർന്ന് കയറി വന്നു. തൃങ്കഭദ്ര നദിക്ക് അക്കരെയായിരുന്നു അവൻ്റെ ക്യാമ്പ്. രാവിലെ ഇക്കരയ്ക്ക് കടത്ത് കിട്ടിയില്ല, അതാ ലേറ്റ് ആയതെന്ന് പറഞ്ഞു. പിന്നെ നീ എങ്ങനെയാ വന്നത് ഞാൻ ചോദിച്ചു. കൂളായിട്ടായിരുന്നു അവൻ്റെ മറുപടി. ഞാൻ നീന്തി ഇങ്ങി പോന്നു, മോഹൻലാൽ പറയുന്നു. പണ്ടും അവൾ കഥകളൊക്കെ എഴുതുമായിരുന്നു. ഇതുപോലെ കവിതകൾ എഴുതും എന്നറിയില്ലായിരുന്നു. നന്നായിട്ട് ചിത്രം വരയ്ക്കും. UK പോയി കുറേ നാൾ ചിത്രം വര പഠിച്ചതാണ്. പ്രാഗിലും പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറേ നാൾ ഇന്തോനേഷ്യയിൽ കുട്ടികളെ പഠിപ്പിച്ചു. ഇപ്പോൾ തായ്ലൻഡിൽ മോയ് തായ് എന്ന ആയോധന കല പഠിക്കുകയാണെന്നാണ് മകളെക്കുറിച്ച് മോഹൻലാൽ പറയുന്നത്. അപ്പുവും എഴുതും, കവിതയല്ല, നോവൽ. ഒരെണ്ണം എഴുതി പൂർത്തിയാകാറായി. സുജിയും ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. രസമുള്ള കാർഡുകൾ ഉണ്ടാക്കും. ചെന്നൈയിലെ വീട്ടിൽ സുജിക്ക് ഒരു ആർട്ട് വർക്ക്ഷോപ്പ് ഉണ്ട്. ആരെങ്കിലും നിർബന്ധിച്ചാൽ ഞാനും വരയ്ക്കും. അടുത്തിടെ എൻ്റെ ഒരു സുഹൃത്ത് വീട് വെച്ചു. ലാലേട്ടൻ എനിക്കൊരു ചിത്രം വരച്ചു തരണം എന്ന് പറഞ്ഞു. നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒരു പെയിന്റിംഗ് ചെയ്തു. 3 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയതെന്നും താരം പറയുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രത്തിലെ മോഹൻലാലിൻ്റെ പ്രകടനവും ചർച്ചയായി മാറുകയാണ്. അതേസമയം വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവ് മോഹൻലാലിൻ്റെ പുതിയ സിനിമ. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്.